എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണമായ ഒരു നിലപാടാണ്. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയിട്ടാണോ VD സതീശൻ വിദേശത്ത് യാത്ര നടത്തിയത് എന്നത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുതാപരമായിട്ട് പുറത്തു വന്ന വിവരം. അതുപോലെ വിദേശത്തുനിന്ന് ഫണ്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ നിയമം അനുവദിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ പ്രത്യേകമായ അനുവാദത്തോടു കൂടി വേണം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ. പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിമാർക്കുൾപ്പെടെ വിദേശത്ത് പോയി കേരളത്തിൻ്റെ ആകെ ദുരന്തത്തെ വിദേശത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരൊരു ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന പ്രശ്നം ഇല്ല എന്നുള്ള കൃത്യമായ ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. ഫണ്ട് അഭ്യർത്ഥിച്ചതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ആളുകളെ വിളിച്ചുകൂട്ടി ഓരോരുത്തരും 500 പൗണ്ടെങ്കിലും നൽകണം. 3 കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് വീട് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നിവിടെ കണ്ടതുപോലെ നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുൾപ്പെടെ ഗൗരവപൂർണമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. ഇപ്പോൾ വിദേശത്തു നിന്ന് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നാണ് സമാഹരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷനാണ്, അവരുടെ അക്കൗണ്ടിലാണ് ഇത് എത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആഹ്വാനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷനാണ് എന്ന് VD സതീശൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നം ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഇതൊരു അസാധാരണമായ സമീപനമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കം ഉണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജിലൻസ് വിസിൽ അതായിരുന്നു രമേശ് ചെന്നിത്തല ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പരിപാടി. എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ അഴിമതി ഇല്ലാതാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായി ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്ത ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ആവുമ്പോൾ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടി എന്ന് പറയുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഗൗരവപൂർണമായ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. പുനർജനി സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി കൂടി അന്വേഷിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം പൂർണ്ണമായിട്ടും വിദേശ ഫണ്ട് അഭ്യർത്ഥിക്കുകയും വിദേശ ഫണ്ട് വരികയും ചെയ്തു എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗൗരവപൂർണമായ ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നം VD സതീശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം കേരളം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്.
അപ്പോൾ വിജിലൻസ് കേസിൽ നിന്ന് വിദേശ ഫണ്ട് വിവാദത്തിൽ വി.ഡി. സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്ന പ്രശ്നം വളരെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം. പ്രശ്നം മണപ്പാട്ട് ഫൗണ്ടേഷനാണ് ഫണ്ട് കൈകാര്യം ചെയ്തത് എന്ന് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ആദ്യം ഫണ്ട് പിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ ലണ്ടനിൽ ചെന്ന് നേരിട്ട് പണം ആവശ്യപ്പെട്ടതിന് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ അടക്കം പുറത്തു വന്ന പരിസ്ഥിതിയിൽ സ്വാഭാവികമായിട്ടും വഴിക്ക് വെച്ച് അന്വേഷണം പൂർത്തിയാക്കി ക്ലീൻ ചിറ്റ് നൽകുന്ന നിലപാട് തെറ്റാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഇതുപോലെ തന്നെ ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസ് തന്നെയാണ് അതിലെയും പ്രധാനപ്പെട്ട പ്രതി. ഇപ്പോൾ ചുരൽമല പ്രശ്നം കഴിഞ്ഞ് അപകടം സംഭവിച്ച് അതിൻ്റെ 2ാം വാർഷികമാണ്. എല്ലാവരും ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഫണ്ട് പിരിക്കാതെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത് പല രാഷ്ട്രീയ പാർട്ടികളും. അങ്ങനെയല്ല, ഞങ്ങൾ അവർക്കൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സർവീസ് സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കൊന്നും കൊടുക്കേണ്ടതില്ല. ഞങ്ങൾ തന്നെ പ്രത്യേകം ഫണ്ട് പിരിക്കുകയാണ്, ഞങ്ങൾ തന്നെ വീട് വെച്ചു കൊടുക്കുകയാണ് എന്ന് പരസ്യമായിട്ട് അന്നത്തെ KPCC പ്രസിഡന്റ് സുധാകരൻ നിലപാട് സ്വീകരിച്ച് ഫണ്ട് പിരിവ് ആരംഭിച്ചു. ആ ഫണ്ടിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്, ഇലക്ഷൻ്റെ സന്ദർഭത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അന്ന് ശക്തിയായ സമ്മർദ്ദം വന്നപ്പോൾ ശക്തിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്, ശവം തൂക്കി അതിൻ്റെ മേലെ ഫണ്ട് സ്വരൂപിച്ച് ആ ഫണ്ട് കട്ടുമുടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിൻ്റെ കണക്കെന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അന്ന് KPCC പ്രസിഡന്റ് തന്നെ മുന്നോട്ടേക്ക് വന്നു. അത് അബദ്ധമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. മാത്രമല്ല, അതിനുശേഷം ഞങ്ങൾ അടിയന്തരമായിട്ട് അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ പരിപാടി ആരംഭിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ മാസമായി യാതൊരു തരത്തിലുള്ള ഒരു കല്ലിൻ്റെ മേലെ മറ്റൊരു കല്ല് അവിടെ വയ്ക്കുന്നില്ല. കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് ആ ഫണ്ട് മുഴുവൻ KPCC നേതൃത്വം തന്നെ ഫണ്ട് പിരിച്ചു എന്നും പിരിക്കണം എന്നും തീരുമാനിച്ച് തിരിച്ച് ജോയിൻ്റ് അക്കൗണ്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേവരെ ഒരു പൈസയും അതിൻ്റെ മേലെ ചിലവാക്കാൻ സാധിക്കാതെ ജനങ്ങളെ വഞ്ചിച്ച കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് എന്താ വസ്തുത എന്നുള്ള കാര്യം വിശദീകരിക്കണം. ഇത് 2ാം വാർഷികമാണ്, ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വേറൊരു കാര്യം, എല്ലാ മേഖലയിലും ഗവൺമെൻറ് മാറി എന്ന് വന്ന ഉടനെ സർവീസ് സംഘടനാ രംഗത്ത് വലിയ രീതിയിലുള്ള അഴിമതി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റം ഓരോ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് മലയാള മനോരമ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഭരണം മാറിയ പശ്ചാത്തലത്തിൽ പോലീസ് അസോസിയേഷനുകൾ കോൺഗ്രസിൻ്റെ പിടിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചു വരികയാണ് എന്ന് ഇന്ന് വളരെ വിശദമായൊരു ലേഖനം തന്നെ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KPIയും അതുപോലെ തന്നെ KPOയും മൂന്നാമത്തത് സ്വതന്ത്രമായിട്ട് നിലനിർത്താൻ തീരുമാനിച്ചു. എന്നിട്ട് സെപ്റ്റംബർ 30-ാം തീയതിക്കകം തെരഞ്ഞെടുപ്പ് നടക്കണം എന്നും പ്രഖ്യാപിച്ചു. അതിന് കോൺഗ്രസ്സുകാർ അച്ചടക്ക നടപടിക്ക് വിധേയനായ, ഞാൻ പറയുന്നല്ല കേട്ടോ, മനോരമ പറഞ്ഞാണ്, അച്ചടക്ക നടപടിക്ക് ആറും കൊല്ലം സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് അതിൻ്റെ അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കിയവർ ഈ സംഘടന പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി. ഇപ്പോൾ ഹൈക്കോടതി ഈ അഡ്ഹോ കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു, അതിന് സ്റ്റേ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എന്തും ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കാത്ത, ഒരു ജനാധിപത്യ സ്വഭാവവും നിലനിർത്താത്ത, അവരോട് ചർച്ച പോലും ചെയ്യാത്ത ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഓരോ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല പ്രഹരമാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഈ അസോസിയേഷനുകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളിതിൻ്റെ എല്ലാം വക്താക്കളായി വരാൻ പോകുന്നു എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നല്ല തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യവും ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രമല്ല, പോലീസ് അസോസിയേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും സഹകരണ മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഇതൊന്നും ഈ 2 മാസമേ ആയിട്ടുള്ളൂ. 2 മാസം കഴിയുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് പ്രതിനിധികൾ
സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് നടത്തുകയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അത് ഉദ്ഘാടനവും ചെയ്തിരിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ കൊല്ലം തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അനുവദിക്കാനാവാതിരുന്ന പണം അവസാനത്തെ ഗഡു അത് സ്പില്ലോവർ വർക്കായിട്ട് ലഭിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത് അടുത്ത കൊല്ലം അംഗീകരിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇപ്പോൾ സ്പില്ലോവർ വർക്കിൻ്റെ പണം കൊടുക്കുന്നില്ല. 4 മാസമായി സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട്. മാർച്ചിലാണല്ലോ അവസാനിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒന്നാമത്തെ ഗഡു കൊടുത്തിട്ടില്ല. ഇതാണ് 3000 കോടി രൂപ കൊടുക്കണം. 3000 കോടി കൊടുത്തിട്ടില്ല. ബഡ്ജറ്റിൽ തന്നെ ഏതാണ്ട് 1553 കോടി രൂപ ബാലഗോപാലൻ അവതരിപ്പിച്ച അന്നത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നതിൽ നിന്ന് കുറവായിട്ടാണ് ഇപ്പോൾ UDF അവതരിപ്പിച്ചത് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നില്ല. പിന്നെ മെയിൻ്റെനൻസ് ഗ്രാൻഡായിട്ട് കൊടുക്കേണ്ട 1400 കോടിയുണ്ട്, ആ പൈസയും കൊടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, അവരുടെ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടുന്ന വേതനം, അംഗൻവാടികൾക്ക് കൊടുക്കേണ്ടുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യം, അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ, ഞാൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല, നിരവധി പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫണ്ടും അനുവദിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകെ. ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ മഹാഭൂരിപക്ഷവും UDF ആണ്. അതുപോലെ തിരുവനന്തപുരത്ത് BJP ആണ്. ഞങ്ങൾ കോഴിക്കോട് മാത്രമാണുള്ളത്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി, ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും UDF-ൻ്റെയാണ്. പഞ്ചായത്ത് ഭൂരിപക്ഷം അവരതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അവരതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിനെതിരായിട്ട് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുനിസിപ്പൽ ചെയർമാന്മാരും കോർപ്പറേഷൻ ചെയർമാന്മാരും അതുപോലെ തന്നെ കൗൺസിലർമാരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വലിയൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തേണ്ടി വന്നു. ഇതിപ്പോഴും LDF-ൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിച്ച് മുന്നോട്ടേക്ക് പോകണം. അതൊരു പ്രാദേശിക ഗവൺമെൻറ്റുകളാണല്ലോ. ഈ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ UDF ഗവൺമെൻറ് 2 മാസം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നം സജീവമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അടുത്ത് പഞ്ചായത്തിലേക്കും ഒക്കെ മാർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന 1-ാം തീയതിയും 3-ാം തീയതിയും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജനങ്ങളും ഇപ്പോൾ മാർച്ച് ചെയ്യുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ 57 ആരംഭിച്ച അധികാര വികേന്ദ്രീകരണത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ രാജ്യത്തിന് മാതൃകയായില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. കേരളം മാതൃകയാണ് ഇന്ത്യക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിഹിതം. ഏതാണ്ട് 1500ഓളം കോടി രൂപ ആ വിഹിതം ഓരോ പഞ്ചായത്തുകൾക്കും ലഭിക്കുന്നതാണ്. അതിപ്പം പൂർണ്ണമായിട്ടും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. ആ പണവും നഷ്ടപ്പെടാൻ പോവുകയാണ്. ഏതാണ്ട് 6 ലക്ഷത്തിലധികം വീട് എടുക്കാൻ തീരുമാനത്തിൽ 5 ലക്ഷം വീട് പൂർത്തിയായിട്ടുണ്ട്. ഇനി 1 ലക്ഷം വീട് പൂർത്തിയാക്കാൻ ബാക്കിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ, സ്പില്ലോവർ ഒന്നും അനുവദിക്കാത്ത സാഹചര്യത്തിൽ വളരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിലുടനീളം ഉയർന്നു വരുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച്. 1-3 തീയതികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മാർച്ച് നടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അടിയന്തര ഇടപെടണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്ത്യയിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം നടത്തിയ സമരം ഇന്ത്യയിലാകെ നടത്തിയാണത്. അത് യഥാർത്ഥത്തിൽ ഡൽഹി കേന്ദ്രത്തിലാണ് ആരംഭിച്ചതെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നടന്നു. അങ്ങനെയാണല്ലോ AK-47 ഉൾപ്പെടെ ബീഹാറിൽ ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തിയത്, പില്ലറ്റ് ഗണ്ണ് ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അതൊക്കെ വന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് രാജ്യം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിക്കക്കള്ളിയില്ലാതെ കേസ് പിൻവലിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ എടുത്ത കേസ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, കണ്ണൂരിൽ ഒരു SFI പ്രവർത്തകൻ കൽത്തുറുങ്കിൽ കിടക്കുന്ന അവസ്ഥ തന്നെ വന്നു ആ കേസിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോഴും പിൻവലിക്കാൻ തയ്യാറില്ല. അത് BJP-യുമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗം തന്നെയാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യം വഖഫ് ബോർഡിൻ്റെ എല്ലാം കാര്യം പറഞ്ഞതുപോലെ തന്നെ രക്ഷാസർക്കൾ ശക്തിയെ ഇടപെട്ടപ്പോഴും നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന നിലയാണ് കണ്ടത്. പിന്നെ ഇപ്പോഴും കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേയും കിട്ടി. ഇനിയിപ്പോഴും കോടതിയിൽ ഹാജരായിട്ട് ജാമ്യം എടുക്കുന്ന ആ പ്രശ്നം മാത്രമേ ഉള്ളൂ.
പക്ഷേ അതിശക്തിയായിട്ട് ഐഷി ഘോഷിനെ പോലുള്ളവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ്. വാറണ്ട് ഇനി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരായിട്ട് ഒരു പണ്ടത്തെ ഉള്ള ഒരു കേസാണ്. ബംഗാൾ ഭവനിലേക്ക് മാർച്ച് ചെയ്ത ഒരു സമരത്തിന്റെ കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പിടിക്കാൻ പോകുന്നത്. CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലേക്ക് അരച്ചു കയറുകയാണ് പോലീസ്. പക്ഷേ അവിടെ MP-മാർ, അതായത് ബ്രിട്ടാസ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അവർക്ക് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്തും ചെയ്യുന്നതാണല്ലോ നില. അപ്പോൾ ആ രീതിയിലുള്ള തെറ്റായ നിലപാടാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് BJP-ക്ക് അനുകൂലമായിട്ട് VD സതീശനും നിലപാട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് തട്ടിക്കളിക്കുകയാണ്. ആ കേസ് പിൻവലിക്കാൻ തയ്യാറില്ല. രാജ്യം മുഴുവൻ പിൻവലിച്ചിട്ടും BJP-ക്കാരുടെ ഗവൺമെൻറ് പോലും കേസ് പിൻവലിച്ചിട്ടും കേരളത്തിലെ VD സതീശൻ്റെ ഗവൺമെൻറ് പിൻവലിക്കാൻ തയ്യാറില്ല. നടപ്പാക്കാൻ തീരുമാനിച്ചാലും നടപ്പാക്കാൻ പറ്റില്ല കേരളത്തിലൊന്നും. കേരളത്തിലെ തൊഴിലാളി വർഗ്ഗം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പിന്നെ ഏത് ഗവൺമെൻറ്റായിട്ട് എന്താ കാര്യം? അത് ഗവൺമെൻറ് നോക്കി മാത്രമൊന്നുമല്ല, ഒരു തരത്തിലും ആ ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കാതെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനവും അതിൻ്റെ ഒപ്പം ചേരുന്ന ജനാധിപത്യ ശക്തികളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും അനുഭവം. കേരളം വളരെ ശക്തമത്തായി തൊഴിലാളി വർഗ്ഗത്തിന് നല്ല സ്വാധീന ശേഷിയുള്ള സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് അതൊന്നും അനുവദിക്കാൻ സാധിക്കുന്നതല്ല. അത് അതിശക്തിയായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക തന്നെ ചെയ്യും. പക്ഷേ BJP-യുടെ ഡീൽ അതേപോലെ നടപ്പിലാക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ VD സതീശൻ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിശക്തിയായിട്ട് ഈ കോഡിനെതിരായിട്ടാണ്, INTUC ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും അതിനെതിരായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യവും അങ്ങനെയാണ്. അദാനി പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഞാനതിൻ്റെ പല പ്രാവശ്യം പറഞ്ഞതാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതായത് ഇപ്പോൾ സംഘടിതമായിട്ട് നേടിയ അതിശക്തിയായ പോരാട്ടത്തിലൂടെ കേരളത്തിലെ ലേബർ ആക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, തൊഴിലാളി വർഗത്തിന് അനുകൂലമായ ഒരു ദിശ എല്ലാ തലങ്ങളിലും കേരളത്തിലുണ്ട്. ആര് വിചാരിച്ചാലും അത് ഒഴിവാക്കാൻ 57 മുതൽ തുടങ്ങിയതാണ്. പോലീസ് തന്നെ ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞു, നിങ്ങളുടെ പണി പോലീസ് തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും കേസിലും സമരങ്ങളിലും ഇടപെടലല്ല, ക്രമസമാധാന പ്രശ്നത്തിൽ മാത്രം ഊന്നി നിന്നാൽ മതി, മറ്റു കാര്യം നയപരമായി ഞങ്ങൾ തീരുമാനിക്കുന്നു 57 സഹ VMS-ന്റെ ഗവൺമെൻറ് പറഞ്ഞാണ്. അന്ന് മുതലാണ് കേരളത്തിൽ ഈ പോലീസുകാർക്കും അതുപോലെ തന്നെ ഈ സായുധ വിഭാഗത്തിനും പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ സമരങ്ങളിൽ ഇടപെടാൻ സൗകര്യം കിട്ടാതിരുന്നത്. പിന്നെയാണ് ജനങ്ങൾ അത് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ അത് ഈ മുഖ്യമന്ത്രിയിൽ ആര് പറഞ്ഞാലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ട വീര്യത്തോടുകൂടി ലേബർ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതിൻ്റെ ഭാഗമായിട്ട് ഇടപെടാനും നല്ല ശേഷി കേരളത്തിലുണ്ട്. ഏത് നിയമമായാലും, ആര് പാസ്സാക്കിയ നിയമമായാലും, പാസ്സാക്കാത്ത നിയമമുണ്ട്. അടിയന്തരാവസ്ഥ നിയമം പാസ്സാക്കിയ തന്നെയല്ലേ, അതിനെ അതിജീവിച്ചിട്ടില്ലേ കേരളം ഉൾപ്പെടെ മുമ്പോട്ടേക്ക് പോയത്. അവിടെ നിയമം പാസ്സാക്കുന്നതുകൊണ്ട് മാത്രം കേരളം അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അതാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതല്ലേ നമ്മൾ കർഷക സമരത്ത് കണ്ടത്. 3 നിയമമല്ലേ അത് അടിച്ച് അവസാനിപ്പിച്ചത്. സംഘടിത പ്രസ്ഥാനത്തിന് മുമ്പിൽ കീഴടങ്ങിയില്ലേ BJP ഗവൺമെൻറ്. 3 നിയമം പാസ്സാക്കിയിരുന്നു. ആ 3 നിയമം കൊണ്ടുവന്ന് വെച്ചില്ലേ. അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അവർക്ക് പറയാലോ, അവരെന്തൊക്കെയാണ് അവരുടെ ഡിമാൻഡ് എന്താണെന്ന് പറയാം. അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളത് അതിന് വിധേയപ്പെടില്ല എന്ന് പറയാം. അതൊക്കെ പറയാൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. ഇപ്പം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്താൽ നമ്മൾ പങ്കെടുക്കില്ല എന്ന് പറയേണ്ട കാര്യം ഒരു പ്രസ്ഥാനത്തിനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആര് വിളിച്ചു? ഇപ്പം കുട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ പോയല്ലോ, കുട്ടികൾ പോയല്ലോ, അപ്പോൾ പോയിട്ടുണ്ട്. LDF-ന്റെ യോഗം ഞങ്ങൾ ചേരുന്ന സമയത്തെല്ലാം ചേർന്നോളൂ. ഇന്നിപ്പം LDF-ന്റെ സമരമല്ലേ നടന്നത്. ഈ യോഗം ചേരാതിനെ പറ്റി വലിയ ഇത്ര വിൽക്കണ്ട.